സുഹൃത്തുക്കളെ, ഒരു നവജ്യോതിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ വണ്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത്. ഞങ്ങളുടെ നവജ്യോതി ട്രസ്റ്റിൻ്റെ ഈ വണ്ടി എടുത്തിട്ട് 15 വർഷം റീടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2011 ഞങ്ങൾ ഈ വണ്ടി എടുക്കുന്നത്. 2011 ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളൊന്നുമില്ല. പക്ഷേ അന്നൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓൾറെഡി ഈ വണ്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ആളുകളെ, രോഗികളെ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനും അതുപോലെ തന്നെ അപകടം പറ്റിയവരെ ആശുപത്രിയിലേക്ക് എത്തിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ 10ഓളം പേരെ അപകടം പറ്റിയ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പുകാരായ രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ വരുന്ന ക്യാൻസർ രോഗികൾക്ക് നമുക്ക് വൺ സൈഡ് ഈ വണ്ടി ഓടാനുള്ള സൗകര്യങ്ങളാണ് കൊടുത്തത്. ഫ്രീ ആയിട്ട് ഇവിടെ സൗജന്യ താമസസൗകര്യം ഭക്ഷണം കൊടുക്കുന്നതാണ് ക്യാൻസർ രോഗികൾക്ക്. കൂടാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന ക്യാൻസർ പേഷ്യൻസിന് മാത്രം 20 കിലോമീറ്റർ ചുറ്റളവിൽ അവരുടെ വീടുകളിൽ നമ്മൾ ഈ വണ്ടി എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ഡോറ് തുറക്കാൻ മേല. ഈ ഡോറ് തുറക്കണമെങ്കിൽ സാധാരണ നമ്മൾ തുറക്കുന്ന പോലെ ഇങ്ങനെ ഈ പകുതിയെ പേർത്തുള്ളൂ, അത് പോരത്തില്ല. ഇതിങ്ങനെ തട്ടിക്കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഈ ഡോറ് ഇങ്ങനെ കയറി വരത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് അടയ്ക്കുന്നത് സാധാരണ വണ്ടി അടയ്ക്കുന്ന പോലെ വലിച്ചടച്ചു കഴിഞ്ഞാൽ ഈ ഡോർ അങ്ങ് ഊരി തെറിച്ചങ്ങ് പോകും. ഇങ്ങനെ പ്രസ് ചെയ്ത് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത്, ഇത് തട്ട് മുഴുവൻ പോയി കിടക്കുകയാണ്. ഇതിൻ്റെ തട്ടിൻ്റെ അവസ്ഥ ഇതാണ്, മുഴുവൻ തുരുമ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തട്ട് മാറണം, ഡോറിൻ്റെ രണ്ടിൻ്റെയും പണി തീർക്കണം. പിന്നെ ഈ ഡോർ ഓൾറെഡി നമുക്ക് തുറക്കാൻ മേല. ഇങ്ങനെ എത്ര വലിച്ചാലും അത് തുറക്കാൻ മേല. അതിങ്ങനെ കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ഡോറാണ്. ഈ ഡോറിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കണം, വണ്ടി ഫുള്ളൊന്ന് റീടെസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഉള്ളത് നമുക്കൊരു മിനി ലോറിയാണ്, കേസ്. അത് ഫുഡ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ബുധനാഴ്ച ദിവസം മാത്രം ഫുഡ് കൊണ്ടുപോകുന്ന വണ്ടി. അതിൻ്റെ റീടെസ്റ്റ് ആയിരിക്കുകയാണ്. റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് 2 വർഷം കൂടുമ്പോഴുള്ള ടെസ്റ്റാണ്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ ബുധനാഴ്ച ദിവസം ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ക്ഷേമനിധി തൊട്ടുള്ള സകല കാര്യങ്ങൾ ഇനി അടയ്ക്കാൻ കിടക്കുകയാണ്. ഈ 2 വണ്ടിയും കൂടെ ടെസ്റ്റ് ചെയ്ത് ഇറക്കണമെങ്കിൽ ഇപ്പോൾ ഈ ജനുവരി മാസം ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഓൾറെഡി ഈ 2 വണ്ടിയുടെ ചിലവെന്ന് പറയുന്നത് 70,000 രൂപയോളം ചിലവ് വരും. പക്ഷേ ഈ ഒരു ഫണ്ട് കണ്ടെത്താൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ മേല. പല ആളുകളോടും പലിശയ്ക്ക് പൈസ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 70,000 രൂപ കൊണ്ട് വീട് വെക്കാതെ കിട്ടുന്നുമില്ല. അപ്പം ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കാരണം, നിങ്ങളെപ്പോലുള്ള ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് സഹായിക്കുകയാണെങ്കിൽ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയും സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഈ വണ്ടികളിലെ ഈ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടല്ലാതെ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ വണ്ടിയുടെ വിശേഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വണ്ടിയുടെ ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി ആരെങ്കിലും ഞങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും അല്ലെങ്കിൽ സഹായിക്കും എന്ന ഏറെ പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.